like to call upon a very bubbly personality. ബബ്ലി പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നമുക്കൊരാളെ ചിരിപ്പിക്കാനാണ് പാട്. പക്ഷേ നമ്മളൊന്ന് ചിരിച്ചാൽ പിന്നെ നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് ഹൃദയത്തിൻ്റെ നന്മ മാത്രമാണ്. ആൻഡ് ഐ ഹാഡ് ആൻ ഓപ്പർച്യൂണിറ്റി ടു വർക്ക് വിത്ത് ഹെർ വൺ ഡേ. ഒരു സീരിയലായിരുന്നു. ആ ഒരു എപ്പിസോഡ് അഭിനയിച്ചത് ഞാൻ ഒരിക്കലും മറക്കില്ല. കാര്യം ഞാൻ പോലീസുകാരിയായിരുന്നു, പക്ഷേ ഫുൾ ടൈം ചിരിയായിരുന്നു. എന്നിട്ട് ഞാൻ ആ എപ്പിസോഡ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു, why isn't she just acting away in comedy and films, and why aren't films being made on her? She is just amazingly creative on the spot. And then to know more, she's a beautiful dancer. She's achieved so many things in her life. But what touched me very internally is her personality. അത് കഴിഞ്ഞ് ഞാൻ സാറിനോട് പറഞ്ഞപ്പോൾ സാർ പറഞ്ഞു, ആ ദേവിയല്ലേ, ദേവി എനിക്ക് എത്ര നാളായിട്ട് അറിയാം. ദേവി ചന്ദന, ഇറ്റ്സ് ആർ ഓണർ ആൻഡ് പ്ലെഷർ ടു ഹാവ് യു വിത്ത് അസ്, ആൻഡ് നോ ഡൗട്ട് വി wanted to give from our hearts the Nartaki Puraskar. Please come on to the stage, and Nishadika, it would be a great honor if you can give the award away. നിഷാദിക്ക പറഞ്ഞത് ഞാൻ പബ്ലിക്കാക്കാണ്, റോളേ കൊടുക്കുന്നില്ല, ഞാൻ അവാർഡെങ്കിലും കൊടുക്കാന്ന്. ഇത് ഞങ്ങളാണ് കൊടുക്കുന്നത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ആദ്യം തന്നെ ഇത്രയും നല്ല വാക്കുകൾ എന്നെക്കുറിച്ച് പറഞ്ഞ സന്ധ്യയ്ക്ക് പ്രത്യേകം നന്ദി പറയുകയാണ്. മീൻസ് എ ലോട്ട്. കാരണം കഴിഞ്ഞ ഒരു 25 വർഷമേ ആയിട്ടുള്ളൂ സിനിമയിലും സീരിയലും ഒക്കെ അഭിനയിച്ച് തുടങ്ങിയിട്ട്. പക്ഷേ ഡാൻസ് ചെയ്ത് തുടങ്ങിയത് UKG മുതലാണ്. അപ്പം എപ്പോഴും വാട്ട് കംസ് ഫസ്റ്റ് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഡാൻസ് എന്നേ ഞാൻ പറയുള്ളൂ. അപ്പം ബീയിങ് എ ഡാൻസർ അല്ലെങ്കിൽ ഓണറിങ് എ ഡാൻസർ ഇൻ മീ വാസ് ജസ്റ്റ് എ ഡ്രീം. കാരണം എവിടെ ചെന്നാലും സന്ധ്യ പറഞ്ഞതുപോലെ എല്ലാവരെയും ചിരിപ്പിക്കുന്ന അല്ലെങ്കിൽ ബബ്ലി ആയിട്ടുള്ളത്, എനിക്ക് തോന്നുന്നു എനിക്ക് എന്നെ കൂടുതലും കോമഡി റോൾസിലും അല്ലെങ്കിൽ ഇപ്പോൾ സീരിയൽസിൽ കാണുന്ന പോലെ സോ കോൾഡ് വില്ലൻ ക്യാരക്ടേഴ്സിലൊക്കെയാണ് ആൾക്കാർ കൂടുതലും അറിഞ്ഞിട്ടുള്ളത്. പക്ഷെ ഡാൻസർ ആണോ എന്ന് പലർക്കും പല സമയത്തും എന്നെ കാണുമ്പോൾ ചോദിക്കാൻ, അയ്യോ ഡാൻസ് അറിയാമല്ലേ. പക്ഷേ അത് കേൾക്കുമ്പോൾ ചില സമയത്തൊക്കെ എനിക്ക് സങ്കടം വന്നിട്ടുണ്ട്. അയ്യോ സോറി, ഈ ഒരു സമയത്ത് കുറച്ച് ഇമോഷണലായിപ്പോയി. അപ്പം ഈ ഒരു അവസരത്തിൽ രതീഷ് എന്നെ വിളിച്ചപ്പോഴത്തേക്കും ഞാൻ ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആയിരുന്നു. ഞാൻ പറഞ്ഞു, നർത്തകി പുരസ്കാരമോ, എനിക്കോ? നമ്പറൊന്നും മാറിയല്ലല്ലോ, വേറെ ആരെങ്കിലും അല്ലല്ലോ വിളിച്ചതെന്ന് ഞാൻ ചോദിച്ചു. അപ്പം അല്ല, ഒരു 2-3 വർഷം കൂടെ തരട്ടെ, ലൈഫ് ടൈം അച്ചീവ്മെൻറ്റും കൂടെ തരാമെന്ന്. ഞാൻ പറഞ്ഞു, ഓഹോ വയസ്സിയാക്കി എന്നെ സൈഡിലിരുത്താൻ വേണ്ടിയാണോ? എനിക്ക് ഇനിയും ഡാൻസ് ചെയ്യണം എന്ന് ഒരുപാട് ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പം ദൈവാനുഗ്രഹിക്കുകയാണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുവാണെങ്കിൽ ഡാൻസ് ചെയ്യണം എന്ന് തന്നെ